എല്ലാവർക്കും മോർ ടേസ്റ്റ് ഇൻ ലെസ് ടൈമിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ക്യാരറ്റ് മിൽക്ക് പുഡിംഗ് ആണ്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എങ്ങനെ ചെയ്തെടുക്കാമെന്ന് നോക്കാം. ഇതിനാവശ്യമായ ചേരുവകൾ ഞാനിവിടെ 3 ചെറിയ ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. ഈ ക്യാരറ്റ് നമുക്ക് വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ പീസാക്കി എടുക്കാം. ഇനി നമുക്ക് വേണ്ടിയത് പാലാണ്. ടോട്ടൽ 1.5 ഗ്ലാസ് പാൽ വേണം. ഇനി നമുക്ക് വേണ്ടിയത് ഒരു ക്രീമി ഇഫക്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ എടുത്തിട്ടുണ്ട്. ഇനി 1 ടീസ്പൂൺ നെയ്യ് ആവശ്യമുണ്ട്. ഇനി ഇഷ്ടമുള്ള നട്ട്സ് എടുക്കാം. ഞാൻ ഇവിടെ ബദാമും കാഷ്യൂ നട്ട്സുമാണ് എടുത്തത്. നിങ്ങൾക്ക് പീനട്ട്സ് വേണമെങ്കിലും എടുക്കാം. ഇനി 10 ടീസ്പൂൺ പഞ്ചസാര. ഇനി നമുക്ക് വേണ്ടിയത് ചൈന ഗ്രാസ് ആണ്. ചൈന ഗ്രാസ് എന്ന് പറയുമ്പോൾ ഒരു പ്ലാൻ പ്രൊഡക്റ്റാണ്. വെജിറ്റേറിയൻസിനും ഉപയോഗിക്കാം. പുഡിംഗ്, ജെല്ലി, കസ്റ്റേർഡൊക്കെ ഉണ്ടാക്കാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ്. ഇതൊരു 10 ഗ്രാമിൻ്റെ പാക്കറ്റിലാണ് വരുന്നത്. ഇതിൽ ഒരു 8 ഗ്രാം നമുക്ക് യൂസ് ചെയ്യണം. അതായത് ഒരു 3/4 നമുക്ക് യൂസ് ചെയ്യേണ്ടി വരും. ചൈന ഗ്രാസ് നമുക്ക് ചെറിയ പീസസ് ആക്കിയിട്ട് 1/2 ഗ്ലാസ് വെള്ളത്തിൽ കുതിർത്ത് വെക്കാം. നല്ലോണം ഡിപ്പാക്കി കുതിർത്ത് നല്ല രീതിയിൽ കുതിർത്ത് 1 മണിക്കൂർ മാറ്റി വെക്കാം. ഇനി നമുക്ക് 4 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ 1/2 ഗ്ലാസ് പാലുമായിട്ട് യോജിപ്പിച്ച് അതും മാറ്റി വെക്കാം. ഇനി നമുക്ക് ക്യാരറ്റ് പുഡിംഗ് ചെയ്യാൻ ആരംഭിക്കാം. അതിനായി ഫ്ലെയിം ഓൺ ആക്കിയിട്ട് കുക്കറിൽ 3 ക്യാരറ്റും 1 ഗ്ലാസ് പാലും 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കണം. ഇനി നട്ട്സ് നമുക്ക് ആഡ് ചെയ്യണം ഇതിൻ്റെ കൂടെ. അപ്പോൾ പാല്, ക്യാരറ്റ്, നട്ട്സ് ഇത് 3ഉം കൂടെ 2 വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്കുക. കണ്ടോ, നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. ഈ വെന്ത് വന്ന ക്യാരറ്റും നട്ട്സും പാലും നമുക്കൊന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കണം മിക്സിയിൽ. നല്ല ഫൈൻ പേസ്റ്റാക്കി എടുക്കണം. കണ്ടോ, നല്ല ഫൈൻ പേസ്റ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് ചൂടാക്കി എടുക്കണം. ഒരു പാൻ ലോ ടു മീഡിയം ഫ്ലെയിം മെയിൻറ്റെയിൻ ചെയ്ത് ഒരു പാനിൽ നമുക്ക് 10-12 മിനിറ്റ് ഇതൊന്ന് ചൂടാക്കിയെടുക്കണം. ഇതിനിടയിൽ നമുക്ക് പാൽപ്പൊടി 4 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും 1/2 ഗ്ലാസ് പാലും കൂടെ ചേർത്ത ആ മിശ്രിതവും കൂടെ നമുക്ക് യോജിപ്പിക്കാം ഇതിലോട്ട്. ഇനി 10 ടീസ്പൂൺ പഞ്ചസാര ആഡ് ചെയ്യാം. കണ്ടോ, ചെറിയ ടീസ്പൂണാണ്, 10 ടീസ്പൂൺ. ഇനി നമുക്ക് 1 ടീസ്പൂൺ നെയ്യും ഇട്ട് നല്ല രീതിയിലൊന്ന് യോജിപ്പിച്ചതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ചൈന ഗ്രാസ് 1 മണിക്കൂർ കുതിർന്ന് വന്നിട്ടുണ്ട്. അത് 10 മുതൽ 12 മിനിറ്റ് വരെ ലോ ഫ്ലെയിമിൽ ഒന്ന് മെൽറ്റാക്കി എടുക്കണം. നല്ല രീതിയിൽ മെൽറ്റാക്കി എടുക്കണം. ഇനി ഇവിടെ പാല് നമുക്ക് ഇളം ചൂടായി വന്നിട്ടുണ്ട്. പാലും ക്യാരറ്റും ചേർന്ന ഈ മിക്സ്ചർ നമുക്ക് ഇളം ചൂടായി വന്നിട്ടുണ്ട്. ഇളം ചൂട് പാലിൽ മാത്രമേ നമ്മൾ ചൈന ഗ്രാസ് ചേർക്കാവുള്ളൂ. ചൈന ഗ്രാസ് ചൂടുള്ള പാലിൽ ചേർത്ത് കഴിഞ്ഞാൽ പിരിയാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ചൂട് പാലിൽ ചൈന ഗ്രാസ് ചേർക്കരുത്. ഇളം ചൂട് പാലിൽ ചൈന ഗ്രാസ് ആഡ് ചെയ്യുക. എന്നിട്ട് ലോ ഫ്ലെയിമിൽ 5-6 മിനിറ്റ് നല്ല രീതിയിലൊന്ന് യോജിപ്പിക്കുക. ലോ ഫ്ലെയിമിലൊന്ന് ചൂടാക്കിയെടുക്കുക. ഇനി നമുക്കിത് സെറ്റാകാനുള്ള പാത്രത്തിലേക്ക് പകരാം. സെറ്റാനുള്ള പാത്രത്തിൽ ഓയിൽ അല്ലെങ്കിൽ ഗീ മസാജ് ചെയ്തിട്ട് നമ്മൾ സെറ്റാകാൻ വേണ്ടി വെക്കുക. 3 മണിക്കൂർ വരെ സെറ്റാകണം. ഇതൊന്ന് റെഫ്രിജറേറ്റ് ചെയ്താലും കുഴപ്പമില്ല. നല്ലോണം തണുപ്പിക്കുമ്പോഴാണ് ഈ സ്വീറ്റിന് നല്ല ടേസ്റ്റ് വരുന്നത്. അതുകൊണ്ടൊന്ന് ചൂടാറിയതിന് ശേഷം ഒന്ന് തണുപ്പിച്ചെടുക്കാം. ഇനി 3 മണിക്കൂറിന് ശേഷം ഒരു പാത്രം അപ്സൈഡ് ഡൗൺ ആക്കി ഈ പുഡിംഗ് ഇഷ്ടമുള്ള ഷേപ്പിൽ നമുക്ക് മുറിച്ചതിന് ശേഷം ഇഷ്ടമുള്ള ഡെക്കറേറ്റ് ചെയ്യാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ പുഡിംഗ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.